ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ഷെഫൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടൂരയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ബട്ടൂര അല്ലേ, എന്നാലും കഴിക്കാത്ത കുറേ പേര് കാണും. എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലായിരുന്നു പണ്ട് ഇത് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതാണ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ നോർത്ത് ഇന്ത്യക്കാരുടെ പല ഐറ്റംസ് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഗുലാബ് ജാമുൻ ആണെങ്കിലും പാനിപ്പൂരി ആണെങ്കിലും ഒക്കെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണല്ലേ. അപ്പം ഇതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടൊരു ഐറ്റമാണ്. നല്ല പഞ്ചസാരയൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും. അത് റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം വേണം, അത്ര മാത്രമേ ഉള്ളൂ. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ കേരളക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ പൂരിയുടെയൊക്കെ അമ്മാവനായിട്ട് നമുക്ക് ഈ ബട്ടൂരാനെ വേണേൽ ഇരുത്താം കേട്ടോ. ഏകദേശം രൂപവും തലക്കനും ഒക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്, പക്ഷെ കഴിക്കാൻ ഡിഫറെൻ്റ് ആണ് കേട്ടോ. രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഇതിൻ്റെ കോംബോ വരുന്നത് ബട്ടർ ചിക്കനാണ്. ബട്ടൂരയും ബട്ടർ ചിക്കനും ഭയങ്കര ടേസ്റ്റി ഐറ്റമാണ്. ആർക്കെങ്കിലും ബട്ടർ ചിക്കൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ചാവേ, നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം 2 കപ്പ് മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. ഒത്തിരി പുളിയാണെങ്കിൽ നമുക്കത് അത്ര യോജിച്ച് പോവുകയില്ല. അധികം പുളിയില്ലാത്ത തൈര് എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണം നമുക്ക് യൂസ് ചെയ്യാം. ഒരു പിഞ്ച് സോഡാപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന കാട്ടിൽ യാതൊരു പിശുക്കും കാണിക്കില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ പൊടികളും നമ്മുടെ മാവും എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓവറായി പോകരുത്. എന്നാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവമാണ് ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ പരുവമെന്ന് പറഞ്ഞാൽ. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കണ്ടോ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടെ തടവി 1 മണിക്കൂറേലും ഏറ്റവും കുറഞ്ഞ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എനിക്കൊരു 1 മണിക്കൂറേ കിട്ടിയുള്ളൂ. നമുക്ക് എത്ര നേരം കിട്ടുന്നോ അത്രയും നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് 1 മണിക്കൂറെങ്കിലും ഇതുപോലെ അടച്ച് മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് പരത്തിയെടുക്കേണ്ടതാണ്. ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് നമ്മൾ ഒത്തിരി കനം കുറച്ചല്ല, നൈസായിട്ട് പരത്തരുത്. നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ തീർത്തും നൈസായിട്ട് പരത്തരുത് കേട്ടോ. നന്നായിട്ട് എണ്ണ തടവിയിട്ട് വേണം ഓരോ ബോൾസ് എടുക്കാൻ. നമ്മൾ ചെയ്യുന്ന റോളറിലും പലകയിലും ഒക്കെ നന്നായിട്ട് എണ്ണ തടവണം. എന്നിട്ട് ഈ ഒരു രീതിക്കാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് കനം കുറയ്ക്കത്തുമില്ല, എന്നാൽ അത്യാവശ്യം കനം കുറച്ച് അത്യാവശ്യം കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് മുങ്ങിക്കിടക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ചൂടാകുകയും വേണം. അപ്പോൾ ഓരോ ബട്ടൂരയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തീ സ്വിമ്മിലാക്കുക. കാരണം അങ്ങനെ അപ്പം ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നല്ലത് നമ്മൾ പൂരിയൊക്കെ നമ്മൾ ഞെക്കി വെച്ചിട്ട് ആവശ്യത്തിന് ചൂടുന്ന പോലെ ചെയ്യരുത്. അപ്പം ചൂടാടെ കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ഇവിടെ തിളച്ച് കിടപ്പുണ്ട്. നമുക്ക് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നല്ല ബോൾ പോലെ ഈ സംഭവം ഇപ്പോൾ പൊങ്ങി വരും. നമ്മൾ എണ്ണ അതിനോട് മിക്സ് ചെയ്ത് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. ഇങ്ങനെ എണ്ണ തട്ടി കൊടുക്കുമ്പോഴാണ് അതിങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ. നല്ല ബോൾ പോലെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടു, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ തന്നെയാണ് കുറേ നേരം നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ഇതുപോലെ ആ ഒരു ബോൾ ഷേപ്പിൽ തന്നെ ഇത് കുറേ നേരം നമുക്ക് നിൽക്കും. അങ്ങനെ നമ്മൾ ഓരോന്നും വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മുട്ട റോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ വീഡിയോസ്